പേരെന്നിട്ട് പേര് പറയേണ്ട സ്ഥലം ചോദിച്ചപ്പോൾ ചെങ്കച്ചുള്ളയാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് പിടിച്ച് വണ്ടി കയറ്റിയിട്ട് പുള്ളി പറയാണ് ഞാൻ പിന്നെ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരാളല്ല, ഞാനിവിടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ അഡ്വാൻസ് വാങ്ങാൻ വേണ്ടി വന്നതാണ് പ്രോഗ്രാമിന്. ശ്രീവരാഗത്തെന്തോ ഒരു പ്രോഗ്രാമിൻ്റെ കാര്യത്തിന് പുള്ളി പോയിട്ട് വരുന്ന വഴിക്കായിരുന്നു. സിഗരറ്റ് കുടിക്കുന്നുണ്ട്, ഒതുങ്ങി ഇന്ന് കുടിച്ചത്. ഞാൻ അങ്ങനത്തെ ഒരാളല്ല, ഞാനൊരു ചെണ്ടക്കാരനാണ്, ഞാൻ ഗിന്നസ് റെക്കോർഡ് ചെയ്ത ഒരാളാണ്, ഒരു കലാകാരനാണ് എന്ന് പറഞ്ഞിട്ട് പോലും ചെങ്കൽച്ചുള്ള എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പുള്ളിയെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വസ്ത്രം ഉരിഞ്ഞ് ഷർട്ട് ഊരിയിട്ടിട്ട് നിർത്തുകയും ചെയ്തു. അപ്പോൾ ആവശ്യം പ്രതിഭകളെയല്ല പ്രതികളെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് എപ്പോഴും ചെങ്കൽച്ചുള്ള ആവശ്യം പ്രതികളെയാണ്. ചെങ്കൽച്ചുള്ള എന്നല്ല, ഇതുപോലെ നമ്മുടെ ഈ കോളനികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തുള്ള ജാതിയുടെ പേരിൽ തന്നെ അല്ലെങ്കിൽ ഒരു കോളനിവാസി അല്ലെങ്കിൽ കറുത്ത വർഗ്ഗ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർക്ക് എല്ലാവർക്കും ആവശ്യം പ്രതിഭകളല്ല പ്രതികളെയാണ്. ഇത് തിരുവനന്തപുരം പഴയ ചെങ്കച്ചൂള, ഇന്ന് രാജാജി നഗർ. ചെങ്കച്ചൂള എന്ന് കേൾക്കുമ്പോൾ പലരും നെറ്റി ചുരുക്കുന്നുണ്ടാകാം. ഈ ഒരു സമൂഹത്തെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയാണ് നാം കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് സമൂഹത്തിലെ വിദ്യാഭ്യാസ രംഗത്തായാലും അതുപോലെ സാംസ്കാരിക രംഗത്തായാലും തങ്ങളുടേതായ ഇടം കണ്ടെത്തുന്ന ഒരുപാട് മിടുക്കരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുള്ള ഇടം കൂടിയാണ് ഈ പഴയ ചെങ്കച്ചൂള. 9ാം ക്ലാസ് മാത്രം വരെ വിദ്യാഭ്യാസമുള്ള ഒരു ധനൂജ എന്ന ചേച്ചിയാണ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹരിതകർമ്മസേനയിലെ ഈ മാലിന്യങ്ങളൊക്കെ വാരുന്ന ജോലി ചെയ്യുന്ന ചേച്ചിയാണ്. എന്നാൽ ഈ ചേച്ചി നിസ്സാരക്കാരിയല്ല കേട്ടോ, ചില പ്രത്യേകതകളുണ്ട്. ഈ ചേച്ചി എഴുതിയൊരു പുസ്തകം ഇന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. കേരളത്തിലെ തന്നെ സർവകലാശാലകളിലെ പാഠപുസ്തകമാണ് ഈ ചേച്ചി എഴുതിയ പുസ്തകം. നമുക്ക് ധനൂജ ചേച്ചിയെ കാണാം. അപ്പോൾ ചേച്ചിയെക്കുറിച്ച് ഞങ്ങൾ ചേച്ചിയെ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഓൺലൈൻ വാർത്ത 24/7 ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. ഞാൻ പ്രേക്ഷകരോട് തുടക്കം ചേച്ചിയോട് പറഞ്ഞു, നമ്മൾ സാധാരണ ചെങ്കച്ചൂള എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ കാണുന്ന പ്രേക്ഷകരായിരിക്കും ഒരു വിഭാഗം മാറ്റി നിർത്തിയിരുന്ന ഒരു സമൂഹമാണ്. എന്നാൽ ഇന്ന് പൊതുവിൽ സമൂഹത്തോടൊപ്പം നിൽക്കുന്ന മിടുക്കരായ ഒരുപാട് വിദ്യാസമ്പന്നരായ എല്ലാ രംഗത്തും മികവ് തെളിയിപ്പിക്കുന്ന ഒരുപാട് മനുഷ്യരുള്ള ഒരു ഇടം കൂടിയായി മാറുകയാണ്. നമുക്ക് ചേച്ചിയുടെ വിശേഷം തന്നെ പറഞ്ഞു തുടങ്ങാം. ചേച്ചി ഒരു ജീവിതാനുഭവങ്ങളും ഇവിടുത്തെ സാഹചര്യങ്ങളും ഒക്കെ എഴുതിയൊരു പുസ്തകം അതിന്ന് പാഠപുസ്തകമായിരിക്കുകയാണ്. മാനം, കാരണം കോളനിയിൽ നിന്നുള്ള ഒരാളെന്ന നിലയ്ക്ക് ഇത്രയും ഇവിടം വരെ എത്തിയില്ലേ. അപ്പോൾ ഞാൻ എത്തിയെന്നല്ല, ഞങ്ങളുടെ കോളനി ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇപ്പം ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ ധനുജകുമാരിയല്ല, ചെങ്കൽച്ചുളയിലെ ഒരാളെഴുതി. അപ്പോൾ എനിക്കും അതാണ് ആഗ്രഹം. എൻ്റെ പുസ്തകത്തിൻ്റെ പേരും അതാണ്, ചെങ്കൽച്ചുളയിൽ എൻ്റെ ജീവിതം. അപ്പോൾ ഞാൻ അത്രമാത്രം ചെങ്കൽച്ചുള സ്നേഹിക്കുന്നുണ്ട്. ചെങ്കൽച്ചുളയെ മാത്രം ഇവിടുത്തുകാർ സ്നേഹിക്കുന്നുണ്ട്. ഇവിടുത്തെ മനുഷ്യരെന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥ മനുഷ്യരുള്ള സ്ഥലം ചെങ്കൽച്ചുള എന്നല്ല, ഇതുപോലുള്ള കോളനികളാണ്. മരണപ്പെട്ടാൽ പോലും ഞങ്ങളെ ഒരു കണ്ണുനീരെന്ന് പറഞ്ഞാൽ കണ്ടു നിൽക്കുന്നവർ അവർ കരഞ്ഞുകൊണ്ട്, കാരണം ഞങ്ങളോട് ബന്ധുവലത്തവർ കരഞ്ഞു. കാരണം അത്രമാത്രം ഞങ്ങൾ ഉറച്ച് നിലവിളിച്ച് കരയും. കാരണം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ ഒരു വേദന ഏതായാലും സങ്കടം വരുന്നാലും സന്തോഷം വരുന്നാലും പങ്കുവയ്ക്കാൻ ഞങ്ങൾക്കറിയാം. ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലും ഞാൻ പലപ്പോഴും എഴുതുമ്പോൾ, കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്, നമ്മൾ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു എക്സൈസിൻ്റെ ഒരു ടീം തന്നെ ഇതിനകത്തൊരു നല്ല പ്രവർത്തനം ചെയ്യണവരും. അവരുടെ ഒരു ഭയങ്കര വലിയ പ്രവൃത്തികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് അറിയുന്നേക്കാൾ എത്രയോ മടങ്ങ് പ്രവർത്തനം എക്സൈസ് ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തമ്മാനം UPSലാണ് പഠിച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഞങ്ങളുടെ ഇവിടുത്തുള്ള കുട്ടികളാണ്. അപ്പോൾ ഭൂരിപക്ഷം ഞങ്ങളാണ്. അപ്പം ഞങ്ങളുടെ ഇടയിൽ പിന്നെ ഒരാൾക്ക് നേരത്തെ മോള് പറഞ്ഞ പോലെ അവർ ഭൂരിപക്ഷമാണ്. അപ്പോൾ വേറൊരാൾക്ക് അതിന് വിവേചനം കാണിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് ആ വിവേചനം എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. കാരണം ഞങ്ങളാണല്ലോ ഭൂരിപക്ഷം. അപ്പം അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളോട് സംസാരിക്കാനും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ മോന് 2006 കലാമണ്ഡലത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞാൽ മാത്രമേ അതിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം പുള്ളി ഒരു ചെണ്ടമേളക്കാരനാണ്. അപ്പം പുള്ളി 48 മണിക്കൂർ 2005 ഗിന്നസ് റെക്കോർഡിന് വേണ്ടി കുട്ടിയാണ്. പക്ഷേ ഞങ്ങളന്ന് പുള്ളി ആ പ്രോഗ്രാം ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കപ്പെടൂ. അപ്പം ഞങ്ങൾ ഈ കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കുന്നു, ഞങ്ങൾ ഇങ്ങി വരുന്നു. പക്ഷേ അവരവിടെ കാണുന്നത് മോനോട് ജാതി ചോദിക്കുന്നു, മതം പറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വളരെ അവനെ വേദനിപ്പിച്ചു. കൂടെ ഇരുന്ന ഓരോ കുട്ടികളുടെയും ജാതി പറഞ്ഞു മോൻ്റെ അടുത്ത്. മോൻ എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ നമ്മൾ എന്ത് ജാതിയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് നമ്മുടെ ജാതി അറിയാമോ? ഞാൻ ഇവിടെ പറഞ്ഞു എൻ്റെ ജാതി അതാണെന്ന്. അപ്പോൾ അവൻ വിചാരിക്കുന്നത് ലോകത്ത് എല്ലായിടത്തും ആ ജാതി ആയിരിക്കും, അവൻ്റെ ജാതി അതായതുകൊണ്ട് അവൻ ആ ജാതി ആയിരിക്കും എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ഉണ്ടായപ്പോൾ അവനെ അവിടെ നിന്ന് ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് സീനിയേഴ്സിനോട്ടൊക്കെ അടുപ്പിച്ചു. പിന്നെ അന്നത്തെ സ്പീക്കറായിരുന്ന രാധാകൃഷ്ണൻ സാർ
സാർ ഇടപെട്ടാണ് വീണ്ടും അവനെ അവിടെ ചേർത്ത് വീണ്ടും അവനെ പഠിപ്പിച്ചു. അപ്പോൾ അവിടുത്തെ അധ്യാപകൻ പറഞ്ഞു വെച്ചാൽ അദ്ദേഹത്തിന് ജോലി രാജിവെക്കേണ്ടി വന്നാലും അദ്ദേഹം ഇവനെ പഠിക്കാൻ താമസിക്കില്ല, കയ്യിനടിച്ചൊടിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് കൊച്ച് അവിടെ നിന്ന് ഒറ്റയ്ക്കാണ് അവൻ വന്നത്. പക്ഷെ അവനിന്ന് 32 വയസ്സ് കഴിഞ്ഞു. ഇന്ന് വരെ അവൻ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അവർ തിരക്കിയിട്ടില്ല. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ട് തിരക്കില്ല. അവർ 3 ദിവസം കഴിഞ്ഞപ്പോൾ TC അയച്ചു തരിക മാത്രമാണ് ചെയ്തത്. ഇങ്ങനെ ഉയർന്നു വന്ന് കുടുംബശ്രീ വഴി, അതുപോലെ സഖാവും കൂടിയാണ്, കുടുംബശ്രീ ഹരിതകർമ്മ സേനാംഗമാണ്. ഇത് കേട്ടപ്പോൾ തന്നെ വളരെ അഭിമാനം തോന്നി. കുടുംബം മൊത്തം കലാകാരാണ്. അതിലുപരി ഞങ്ങളെ കടത്തി വെട്ടിക്കൊണ്ട് എൻ്റെ ഭാര്യ ഒരു എഴുത്തുകാരി ആയതും, അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതം പുസ്തകത്തിലൂടെ മറ്റുള്ള കുട്ടികൾ പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത് ദൈവത്തിനോട് വലിയ നന്ദി പറയുന്നു. മനോഭാവം മാറുക, അവരുടെ ചിന്താഗതി മാറുക, അവരോട് മനുഷ്യരെ മനുഷ്യരായി കാണുക, അവർക്ക് സമൂഹത്തിൽ വേണ്ട അവർക്ക് അർഹതപ്പെട്ട അംഗീകാരം അവർക്ക് നിങ്ങൾ ആരും നേടിക്കൊടുക്കേണ്ട, അവർ നേടിക്കൊണ്ടുവരണം, എന്നെ തട്ടിപ്പറിക്കാതിരിക്കുക. സത്യതുപോലെ തന്നെയാണ്, നേടിക്കൊടുക്കുകയല്ല, പകരം അർഹമായ വിജയങ്ങൾ നേടിയെടുക്കുക. അത് ഒരു സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ജാതീയ പരിമിതി കൊണ്ടോ ഒരിക്കലും തടസ്സപ്പെടുത്തേണ്ടതല്ല, മാറ്റി നിർത്തേണ്ടതല്ല. സമൂഹത്തിൻ്റെ ഉയർന്ന തട്ടത്തിലേക്ക്, സമൂഹത്തിൻ്റെ ഉയർന്ന നിലകളിലേക്ക് ഓരോ സ്ത്രീകളും ഇറങ്ങി വരണം. അതിനുള്ളൊരു പ്രചോദനമാകട്ടെ ധനുജകുമാരി എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അവതരിപ്പിക്കുന്നത് ഹോട്ടൽ കാർത്തിക പാർക്കാട് കൂട്ടം. Al Amana Gold and Diamonds, ultimate destination for designs and diamonds. Al Amana Gold and Diamonds, Bishara Tower near KSRTC bus stand, Venyaramud. അപ്പോൾ എങ്ങനെയാ ഇനി ആഘോഷിക്കല്ലേ? സ്വയംവര സിൽക്സ്.